ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുത്തിൽ വന്നത് എതിരായത് പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹം കോയമ്പത്തൂർ അതുപോലെ വേദിപ്പരം ജൈനുദ്ദീൻ മുസ്ലിയാർ അള്ളാഹു മർക്കദഹു അവർ വൈസ് പ്രസിഡന്റുമാരായും കോഴിക്കോട് ഹിദായത്ത് സ്വലിയാൻ മദ്രസയിൽ മഹാനായ മർഹൂം സയ്യിദ് ഫضൽ പൂക്കോത്തങ്ങൾ റഹ്മത്തുള്ളാഹി അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഔദ്യോഗികമായി എന്നെ ഈ സംഘടനയിൽ ചേർത്തിട്ടുള്ളത്. അതിന് കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുകൾ പറഞ്ഞ കൊരൂർ ശേഖറിന്റെ പാർട്ടി 2-3 വീട്ടുകാർ എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് ജുമുഅ ഇല്ല, ഹജ്ജ് കേരളത്തിൽ പോകേണ്ടതില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായപ്പോൾ അവരെ ഉലമാക്കൾ എതിർക്കുകയും അതിൽ ചേരാൻ പാടില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട KK അബൂബക്കർ നഫറല്ലാഹു മർക്കദഹു വനഫറ ഖബ്റഹു മഹാനവറുകൾ എൻ്റെ നാട്ടിൽ കാന്തപുരത്ത് മുദരിസായപ്പോൾ ഈ പാർട്ടികൾ ചില ചോദ്യങ്ങളുമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ തീരുമാനങ്ങളും വാദഗതികളും രേഖകളും വെളിച്ചത്ത് കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ വന്നു അത് സംബന്ധമായി ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവർ അധ്യക്ഷനായി ഒരു കോളിക്കൽ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ഞാൻ സ്വാഗത പ്രസംഗം ചെയ്തു. നാട്ടുകാരൻ എന്ന നിലക്കാണ് അന്ന് സ്വാഗത പ്രസംഗം നടത്തിയത്. ആ സമ്മേളനം കഴിഞ്ഞവിടെ ബഹുമാനപ്പെട്ട KK അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു ബർക്കതഹു മഹാനവറുകൾ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുത്തിൽ വന്നത് എതിരായത് പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ്. ഞങ്ങൾ അകന്ന് പോയാൽ മാത്രമേ ഇവിടെ വിദേശത്തുകാർക്ക് കണ്ണൂരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അങ്ങനെ ഉണ്ടായത്. ഏതായാലും അന്ന് മുതൽ സമസ്തകാരുടെ ജമിയത്തുൽ ഉലമയുടെ എളിയ പ്രവർത്തകനായി ഞാൻ തുടരുകയാണ്.